ഹലോ, എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം. കാറ്ററ്റിനും LPUPക്കും സഹായകമായിട്ടുള്ള മോഡൽ എക്സാം ആണിത്. സൈക്കോളജിയുടെ, പെഡഗോജിയുടെ, ഫിലോസഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ എക്സാം ആണ്. എല്ലാവരും മോഡൽ എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കോർ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ഓപ്ഷൻസ്: എബ്രഹാം മാസ്ലോ, എഡ്ഗാർ ഡെയിൽ, ഹവാർഡ് ഗാർഡ്നർ, റോബർട്ട് ഗാഗ്നെ. പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി, റോബർട്ട് ഗാഗ്നെ. രണ്ടാമത്തേത്, അപ്പർ പ്രൈമറി വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏതു ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? ഓപ്ഷൻസ്: എ, ഭാഷാപരമായ ബുദ്ധി, ഇന്റർപേഴ്സണൽ ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ബുദ്ധി, യുക്തിഗണിത ബുദ്ധി. അപ്പർ പ്രൈമറി വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏതു ബുദ്ധിയിലാണ് മേൽക്കൈ കാണിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഇന്റർപേഴ്സണൽ ബുദ്ധി. ഇപ്പോൾ പറഞ്ഞു. 3, പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുകയും ചെയ്യുന്നു. ഇത് അറിയപ്പെടുന്നത് ഓപ്ഷൻസ്: എ, പ്രൊജക്ഷൻ, ബി, കോമ്പൻസേഷൻ, സി, ഐഡൻറ്റിഫിക്കേഷൻ, ഡി, റിപ്രഷൻ. പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തുന്ന രാമു വളരെ ശ്രമപ്പെട്ട് കായിക മേഖലയിൽ പ്രാവീണ്യം നേടുന്നതിൽ വിജയിക്കുന്നു. ഇത് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി, കോമ്പൻസേഷൻ. 4, സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻസ്: സംഘടിത പഠനം, മസ്തിഷ്ക പ്രക്ഷാളനം, സിമുലേഷൻ, ചോദ്യരീതി. സമൂഹ നിർമ്മിതിവാദം ക്ലാസ്സിൽ ഉപയോഗപ്പെടുത്തുന്ന അധ്യാപികക്ക് അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി. ആൻസർ ഓപ്ഷൻ ബി, മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ സ്റ്റോമിംഗ്. 5, കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരുവാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ്. ഓപ്ഷൻസ്: എ, വ്യക്തിപരമായ മാർഗനിർദ്ദേശം, ബി, വിദ്യാഭ്യാസപരമായ മാർഗനിർദ്ദേശം, സി, തൊഴിൽപരമായ മാർഗനിർദ്ദേശം, ഡി, സംഘ മാർഗനിർദ്ദേശം. കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരുവാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ്. ആൻസർ ഓപ്ഷൻ ഡി, സംഘ മാർഗനിർദ്ദേശം. 6, അപ്പർ പ്രൈമറി വിദ്യാർത്ഥിയായ ഷിജു ഗണിതത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ എപ്പോഴും അക്കങ്ങളുടെ സ്ഥാനവില തെറ്റിച്ചു കാണിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതു തരം പഠന വൈകല്യമാണ് ഷിജുവിന് ഉള്ളത്? ഓപ്ഷൻസ്: എ, ഡിസ്പ്രാക്സിയ, ബി, ഡിസ്കാൽക്കുലിയ, സി, ഡിസ്ഗ്രാഫിയ, ഡി, ഡിസ്ലെക്സിയ. ഷിജു ഗണിതത്തിൽ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ അക്കങ്ങൾ സ്ഥാനവില തെറ്റിച്ച് കാണിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ഡിസ്കാൽക്കുലിയ. 7, കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത്. ഓപ്ഷൻസ്: എ, വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ബി, ആഖ്യാന ശൈലി അവലംബിക്കുക, സി, വേഗത കുറച്ചുള്ള ലെക്ചറിംഗ്, ഡി, ട്യൂട്ടോറിയൽ രീതി അവലംബിക്കുക. കുട്ടികളുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും ക്ലാസ്സിൽ നിലനിർത്താൻ അധ്യാപകന് ചെയ്യാവുന്നത്. ആൻസർ ഓപ്ഷൻ എ, വിവിധ പഠന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. 8, സ്വയം വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണം ഏത്? ഓപ്ഷൻസ്: ബോധന രീതിയുടെ പോരായ്മ, നൂതന ബോധന രീതികൾ, സി, യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ, ഡി, ഉന്നത നിലയിലുള്ള അഭിപ്രേരണ. സ്വയം വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെടുന്നു.
താഴെ പറയുന്നവയിൽ അനുയോജ്യ കാരണമാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്, യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ. 9. നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ എന്തു ചെയ്യും? ഓപ്ഷൻസ്: എ. സ്കൂൾ അധികൃതരെയും രക്ഷിതാക്കളെയും വിവരം അറിയിക്കും. ബി. ചൈൽഡ് ലൈൻ കേന്ദ്രങ്ങളിൽ വിവരം അറിയിക്കും. സി. പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. ഡി. മേൽ പറഞ്ഞതെല്ലാം. സ്കൂളിലെ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായാൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടത് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രശ്നം യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്തും. 10. സേജസ്. ഈ ടെസ്റ്റ് കുട്ടികളുടെ ഏത് കഴിവ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: ക്രിയാത്മകത, ബുദ്ധി, വ്യക്തിത്വം, അഭിരുചി. സേജസ് എന്ന ടെസ്റ്റ് കുട്ടികളുടെ ആൻസർ ഓപ്ഷൻ എ, ക്രിയാത്മകത അളക്കുവാനാണ് ഉപയോഗിക്കുന്നത്. 11. ട്രാൻസാക്ഷണൽ അനാലിസിസ് ആരുമായി ബന്ധപ്പെടുന്നു? ഓപ്ഷൻസ്: ഫ്രോയിഡ്, എറിക് ബാൻ, സ്റ്റേൺബർഗ്, റോജേഴ്സ്. ട്രാൻസാക്ഷണൽ അനാലിസിസ് ആൻസർ ഓപ്ഷൻ ബി, എറിക് ബാൻ. 12. ആനന്ദപ്രാപ്തിക്കായി ഇത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളെ പറയുന്നത്? ഓപ്ഷൻസ്: റിഫ്ലക്സുകൾ, കാറ്റക്സുകൾ, ലിബിഡോകൾ, ഇൻട്രോജക്ഷൻ. ആനന്ദപ്രാപ്തിക്കായി ഇത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങൾ ആൻസർ ഓപ്ഷൻ ബി, കാറ്റക്സുകൾ. 13. ഒരു വ്യക്തിയുടെ സവിശേഷ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വമെന്ന് അഭിപ്രായപ്പെട്ടത്? ഓപ്ഷൻസ്: എ. ബിനെ, ബി. ഗാർഡനർ, സി. ആൽപോർട്ട്, ഡി. സ്റ്റീവൻസ്. ഒരു വ്യക്തിയുടെ സവിശേഷ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വമെന്ന് അഭിപ്രായപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ സി, ആൽപോർട്ട്. 14. പ്രജനന വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് ആരും? ഓപ്ഷൻസ്: ബ്രൂണർ, ലെവിൻ, ചോംസ്കി, സ്പിയർമാൻ. പ്രജനന വ്യാകരണം എന്ന ആശയം അവതരിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി, ചോംസ്കി. 15. സൈക്കോ സോഷ്യൽ തിയറി ആരുടേതാണ്? ഓപ്ഷൻസ്: ഫ്രോയിഡ്, എറിക്സൺ, കോൾബർഗ്, യുങ്. സൈക്കോ സോഷ്യൽ തിയറി ആൻസർ ഓപ്ഷൻ ബി, എറിക്സൺ. 16. വികാരങ്ങൾ ഏറ്റവും തീവ്രമാകുന്ന ഘട്ടമാണ്? ഓപ്ഷൻസ്: ബാല്യം, ശൈശവം, യൗവനം, കൗമാരം. വികാരങ്ങൾ ഏറ്റവും തീവ്രമാകുന്ന ഘട്ടം ആൻസർ ഓപ്ഷൻ എ, ബാല്യം. 17. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ഫ്രോയിഡ്, എറിക്സൺ, കോൾബർഗ്, യുങ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന ആശയം ആൻസർ ഓപ്ഷൻ ബി, എറിക്സണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 18. സിനെപ്റ്റിക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ബുദ്ധി, മനോഭാവം, അഭിഭാവം, ക്രിയാത്മകത. സിനെപ്റ്റിക്സ് ആൻസർ ഓപ്ഷൻ ഡി, ക്രിയാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 19. മനസ്സിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ചിന്താ പദ്ധതിയാണ്? ഓപ്ഷൻസ്: എ. മൂർത്തചിന്ത, ബി. പ്രശ്നപരിഹരണം, സി. യുക്തിചിന്ത, ഡി. തീരുമാനം എടുക്കൽ. മനസ്സിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ചിന്താ പദ്ധതി ആൻസർ ഓപ്ഷൻ സി, യുക്തിചിന്ത. 20. വിവര സംസ്കരണ മാതൃക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ. ലെവിൻ, ബി. സ്കിന്നർ, സി. അറ്റ്കിൻസൺ, ഡി. പിയാഷെ. വിവര സംസ്കരണ മാതൃക ആൻസർ ഓപ്ഷൻ സി, അറ്റ്കിൻസൺ. 21. സ്പൈറൽ കരിക്കുലം എന്നത് ആരുടെ ആശയമാണ്? ഓപ്ഷൻസ്: പിയാഷെ, ബന്ദുരെ, ബ്രൂണർ, സ്കിന്നർ. സ്പൈറൽ കരിക്കുലം ആൻസർ ഓപ്ഷൻ സി, ബ്രൂണർ. 22. ഗാഗ്നെയുടെ പഠന ശ്രേണിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ. സിഗ്നൽ പഠനം, ബി. കണ്ടെത്തൽ പഠനം, സി. പ്രശ്നപരിഹരണം, ഡി. ചോദക പ്രതികരണ പഠനം.
ഗാഗ്നയുടെ പഠനശ്രേണിയിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ബി കണ്ടെത്തൽ പഠനം. ദെൻ 23 TAT എന്ന തന്ത്രം വികസിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് മോറിനോ, ബി മോർഗൻ ആൻഡ് മുറെ, സി ബെല്ലാക്ക്, ഡി റോഷ. TAT എന്ന തന്ത്രം വികസിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ബി മോർഗൻ ആൻഡ് മുറെ. 24 വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ആത്മസിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് കോൾബർഗ്, എറിക് ബേൺ, ലെവിൻ, കോൾ റോജേഴ്സ്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ആത്മസിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൻസർ ഓപ്ഷൻ ഡി കോൾ റോജേഴ്സ്. 25 പ്രശ്ന പരിഹരണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ്? ഓപ്ഷൻസ് പ്രശ്നത്തെക്കുറിച്ചുള്ള ധാരണ, ബി ജ്ഞാനഗോചരത, സി പ്രത്യക്ഷണം, ഡി അനുസ്മരണം. പ്രശ്ന പരിഹരണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം ആൻസർ ഓപ്ഷൻ എ പ്രശ്നത്തെക്കുറിച്ചുള്ള ധാരണ. 26 ബുദ്ധിയെ സംബന്ധിച്ച സംഘഘടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻസ് തേഴ്സ്റ്റൺ, സ്പിയർമാൻ, തോണ്ടെയ്ക്ക്, ഗിൽഫോർഡ്. ബുദ്ധിയെ സംബന്ധിച്ച സംഘഘടനാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൻസർ ഓപ്ഷൻ എ തേഴ്സ്റ്റൺ. 25 നമ്മൾ ആൻസർ പറഞ്ഞത് ഓപ്ഷൻ എ പ്രശ്നത്തെക്കുറിച്ചുള്ള ധാരണയാണ് പ്രശ്ന പരിഹരണ പ്രക്രിയയിലെ ആദ്യഘട്ടം. 26 സംഘഘടനാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൻസർ ഓപ്ഷൻ എ തേഴ്സ്റ്റൺ. 27 അനാർക്കിക് സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് തേഴ്സ്റ്റൺ, സ്പിയർമാൻ, തോണ്ടെയ്ക്ക്, ഗിൽഫോർഡ്. അനാർക്കിക് സിദ്ധാന്തം ആൻസർ ഓപ്ഷൻ സി തോണ്ടെയ്ക്ക്. 28 WAIS ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ബുദ്ധി, ക്രിയാത്മകത, അഭിരുചി, അഭിപ്രേരണ. WAIS ആൻസർ ഓപ്ഷൻ എ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 29 ആധ്യാത്മിക ബുദ്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ഗോൾമാൻ, സോഹർ, ബിനെ, സ്റ്റേൺ. ആധ്യാത്മിക ബുദ്ധി ആൻസർ ഓപ്ഷൻ ബി സോഹറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 30 കൺസെപ്റ്റ് മാപ്പിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നൊവാക്ക്, സ്റ്റീവൻസൺ, സ്റ്റാൻലി, റോജേഴ്സ്. കൺസെപ്റ്റ് മാപ്പിംഗ് ആൻസർ ഓപ്ഷൻ എ നൊവാക്ക്. കൺസെപ്റ്റ് മാപ്പിംഗ് നൊവാക്കുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മോഡൽ എക്സാമിലെ 30 ചോദ്യങ്ങളും ഉത്തരങ്ങളും. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, സ്കോർ കമൻറ്റ് ചെയ്യുക. അടുത്ത മോഡൽ എക്സാമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, സീ യു അഗെയിൻ.